بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين أما بعد മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുല്ലായ ഞങ്ങൾ പാപ്പാന്റെ മുരീദന്മാരാക്കി രണ്ടു ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സിക്റിന്റെ ആസ്വാദനം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. എങ്ങനെ സിക്റിനെ ആസ്വദിക്കാം? ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ ഖാദിരിയത്തിൻ്റെ കാമിലായ ദിക്റിലെത്തണം. അതുകൊണ്ട് തന്നെ ഇതുവരെ ഖാദിരിയത്തിൻ്റെ കാമിലായ ദിക്ർ ലഭിക്കാത്തവർ ഖാദിരിയ ത്വരീഖത്തിൻ്റെ കാമിലായ ദിക്ർ നൽകുന്ന മഹാന്മാരായ ഖലീഫമാരിൽ ഒരാളുമായി ബന്ധപ്പെട്ട് ദിക്ർ സ്വീകരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. തഫ്സീറുൽ ജീലാനി 1-ാം വാള്യം 15-ാം പേജിൽ കാണാം. ഗൗസുൽ ആലം ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പാപ്പ സിക്റിനെ കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു. സിക്റിന്റെ ആസ്വാദനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ സിക്റിന്റെ ആസ്വാദനം ആസ്വദിച്ച് മനസ്സിലാക്കാൻ സിക്റുള്ളവർക്കേ സാധിക്കുകയുള്ളൂ, അല്ലാത്തവർക്ക് ഇതൊരു ഒച്ചയായിരിക്കും. ഉപ്പാപ്പ പറയുകയാണ്, അഅ്വബു മൗരിദിൻ വറദതുഹു ഇതാശുൽ അഖൂൽ മൗരിദു സിക്രി വത്തൗഹീദ്. അഅ്വബു മൗരിദിൻ, ഏറ്റവും പരിശുദ്ധമായ പാനസ്ഥലം, ഏറ്റവും പരിശുദ്ധമായ ജലം ലഭിക്കുന്ന സ്ഥലം, വറദതുഹു ഇതാശുൽ അഖൂൽ, ദാഹിച്ച ഹൃദയങ്ങൾ, ദാഹിച്ചവർ വന്ന ഏറ്റവും പരിശുദ്ധമായ പാനസ്ഥലം, മൗരിദു സിക്രി വത്തൗഹീദ്, സിക്റിന്റെയും തൗഹീദിന്റെയും പാനസ്ഥലമാകുന്നു. അല്ലാഹു അക്ബർ. മനുഷ്യന്റെ ഹൃദയത്തിന് ദാഹമുണ്ട്. അതാണ് ആത്മദാഹം. ഈ ആത്മീയ ദാഹം തീർക്കാൻ പരിപൂർണമായും ആത്മാവിന്റെ ദാഹം തീരണമെങ്കിൽ ആത്മാവിന് തൗഹീദ് കിട്ടണം. അതാണ് ദിക്റുർ റൂഹ്. ദിക്റുർ റൂഹി മുഷാഹദ, അല്ലാഹുമായുള്ള മുഷാഹദയാണ് റൂഹിന്റെ ദിക്ർ. റൂഹിന്റെ ദിക്ർ തന്നെ വേണം. അപ്പോഴാണ് മുഷാഹദ സാധിക്കുകയുള്ളൂ. അപ്പോഴാണ് ഉപ്പാപ്പ പറയുന്ന, ഇനി പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളും അത് അതിൻ്റെതായ രീതിയിൽ 100ക്ക് 100 ഫലം ലഭിക്കുകയുള്ളൂ. വഅത്യബു നസീമിൻ, ഏറ്റവും നല്ല ഇളം തന്നൽ, ഹബ്ബത്ത് അലാ മശാമിൽ ഖുലൂബ്, ഹൃദയങ്ങളുടെ ഉള്ളിലേക്ക് അടിച്ചു വീശുന്ന ഏറ്റവും നല്ല ഇളം തന്നൽ, നസീമുൽ ഉൻസി ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് നേരം പോവുക എന്ന ഇളം തന്നലാണ്. അതാണ് മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കുളിർമ കൊണ്ടുവരുന്ന ഏറ്റവും നല്ല ഇളം തന്നൽ. അത്തലദ്ദുദു ബിഹലാവതി മുനാജാത്തില്ലാഹ്, അല്ലാഹുവിന്റെ മുനാജാത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ മുനാജാത്തിന്റെ മാധുര്യം കൊണ്ട് രസം സിദ്ധിക്കല്. കൂസു റാഹാത്തിൽ അർവാഹ്, ആത്മാക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ലഹരിയാണ്. ആത്മാവിന്റെ കള്ള് അത് സിക്റാണ്. സിക്റാണ് ആത്മാവിന് എല്ലാ ആനന്ദവും നൽകുന്നത്. അതിലാണ് അള്ളാഹുവിന്റെ മുനാജാത്ത് നടക്കുന്നത്.
പിന്നീട് ഗൗസുല്ലാദം തങ്ങൾ ഉപ്പാപ്പ ദിക്റിന്റെ വിവിധ തട്ടുകളെ 4 തട്ടുകളെ വിശദീകരിക്കുന്നു. ഇൻ ദക്കർത റബ്ബക ബി അൽസുനി ഹുസ്നി സുൻഇ, അള്ളാഹുവിന്റെ നല്ല സൃഷ്ടിപ്പിനെ ഓർത്തുകൊണ്ട് നീ നിന്റെ റബ്ബിന് ദിക്ർ ചെയ്താൽ ഫതഹ അഖ്ഫാല ഖൽബിക, നിന്റെ ഹൃദയത്തിന്റെ പൂട്ടുകൾ തുറക്കുന്നതാണ്. എന്നാൽ വഇൻ ദക്കർതഹു ബി അൽസുനി ലത്വായിഫി അസ്റാരി അംരി, അള്ളാഹുവിന്റെ അംറിന്റെ രഹസ്യങ്ങൾ, ആ രഹസ്യങ്ങളിലെ അത്ഭുതങ്ങൾ അവ ആലോചിച്ച് ആ രീതിയിലാണ് നീ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതെങ്കിൽ ഫഅൻത ദാകിറുൻ അലൽ ഹഖീഖ, അള്ളാഹുവിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ദിക്ർ ചെയ്യുമ്പോൾ അപ്പോഴാണ് നീ ശരിക്കും ദാകിറാകുന്നത്. വഇൻ ദക്കർതഹു ബിഖൽബിക, നീ നിന്റെ ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ ദിക്ർ ചെയ്താൽ ഖറബക മിൻ മൂജിബാതിർ റഹ്മ, അള്ളാഹു റഹ്മത്ത് കൊണ്ടുവരുന്ന കാര്യങ്ങളെ കൊണ്ട് നിന്നെ അടുപ്പിക്കുന്നതാണ്. എന്നാൽ വഇൻ ദക്കർതഹു ബിസിർരിക, നിന്റെ ഏറ്റവും പരമരഹസ്യം കൊണ്ട് നീ ദിക്ർ ചെയ്താൽ അദ്നാക മിൻ മവാതിനിൽ ഖുദ്സ്, അള്ളാഹുവിന്റെ വിശുദ്ധമായ പരിശുദ്ധ സ്ഥലങ്ങളിലേക്ക് നിന്നെ അടുപ്പിക്കുന്നതാണ്. വഹമലക ബിജനാഹി ലുത്ഫിഹി ഇലാ മഖഅദി സിദ്ഖ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ജറക കൊണ്ട് അള്ളാഹുവിന്റെ മഖഅദു സിദ്ഖിലേക്ക് ഏറ്റവും അടുപ്പ സ്ഥാനത്തേക്ക് നിന്നെ കൊണ്ടുപോകുന്നതാണ്. അല്ലാഹു അക്ബർ. തുടർന്ന് പറയുന്നു, അൽദിക്റു റൂഹു ജന്നാതിർ റഹ്മ, അള്ളാഹുവിന്റെ ദിക്ർ റഹ്മത്തിന്റെ സ്വർഗങ്ങളുടെ ആത്മാവാകുന്നു. റഹ്മത്തിന്റെ സ്വർഗങ്ങളുടെ ആത്മാവാണ് ദിക്ർ. ദിക്ർ ഉണ്ടെങ്കിൽ, ഖാദിരിയത്തിന്റെ കാമിലായ ദിക്ർ ഉണ്ടെങ്കിൽ അവൻ സ്വർഗത്തിന്റെ ഏറ്റവും മർമ്മസ്ഥാനത്താണ്. അൽദിക്റു റൂഹു ജന്നാതിർ റഹ്മ. തുടർന്നു പാപ്പ പറയുകയാണ്, തഹുബ്ബു നസമതൻ അലാ മസാമി അർവാഹി ദാകിരീൻ, ദാകിരീങ്ങളുടെ ആത്മാക്കളിലേക്ക്, ദാകിരീങ്ങളുടെ ആത്മാവുകളുടെ രോമകൂപങ്ങളിലേക്ക് അടിച്ചു വീശുന്നതാണ് ആ ദിക്റിന്റെ സുഗന്ധം. ഫതഹ്തസ്സു മിൻ നശവാതിഹി, അങ്ങനെ ദിക്റിന്റെ സുഗന്ധം ആത്മാക്കളുടെ ഉള്ളിലേക്ക് അടിച്ചു വീശുമ്പോ പുളകം കൊള്ളുന്നതാണ്. അഅ്ത്വാഫുൽ അർവാഹ്, ആത്മാക്കളുടെ ഓരോ ഭാഗങ്ങളും ഫി അഖ്ഫാസിൽ അഷ്ബാഹ്, ശരീരങ്ങളുടെ കൂട്ടിൽ വെച്ചാണ് ആത്മാക്കൾ ഈ ആനന്ദ നൃത്തം ചവിട്ടുന്നത്. ഫതന്തഖു ബലാബിലു ശുക്ർ, അപ്പോൾ ശുക്റിന്റെ ബുൽബുൽ പക്ഷികൾ സംസാരിക്കുന്നതാണ്. ബിമാ ഫീ ഖബായൽ ലമായിർ, ഉള്ളിന്റെ ഉള്ളിലെ പരമരഹസ്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതാണ്. ദിക്റങ്ങ് ഉള്ളിൽ കയറിയാലാണ് രഹസ്യത്തിന്റെ വാതിലുകൾ ഓരോന്നോരോന്നായി തുറന്നു കിട്ടുക. അപ്പോഴാണ് ആ രഹസ്യ ജ്ഞാനങ്ങൾ ദിക്റിന്റെ ബുൽബുൽ പക്ഷികൾ പറയുക. ഫയഹ്തരിഖുൽ മുഹിബ്ബു ബിനീറാനി തഅല്ലുഖ്, അല്ലാഹുവുമായുള്ള ആ ബന്ധത്തിന്റെ അഗ്നി കൊണ്ട് മുഹിബ്ബ് കരിഞ്ഞു പോകുന്നതാണ്. അള്ളാഹുവിന്റെ ഹുബ്ബിൽ അങ്ങ് ഫനാകും. വയഖൂലു ലിസാനുൽ വാജിദ് ത്വറബൻ ബിഖുർബിൽ വാജിദ്, അള്ളാഹുവുമായുള്ള അടുപ്പം കൊണ്ട് സന്തോഷിക്കുന്ന ആ ഫന ആയ വ്യക്തി, ആ മുഹിബ്ബ് പറയും, ഇന്നി ലഅജിദു റീഹ യൂസുഫ്. അതൊരു പ്രയോഗമാണ്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്റെ പ്രിയപ്പെട്ട പുത്രൻ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം
മഹാനവരുടെ വിരഹത്തിന് ശേഷം പിന്നീട് കണ്ടുമുട്ടുന്നതിന് മുമ്പായിട്ട് അവിടുത്തെ ഖമീസ് കൊണ്ടുവരികയാണ് സഹോദരങ്ങൾ. എത്രയോ മൈലുകൾക്കപ്പുറത്ത് ഖമീസ് എത്തിയപ്പോൾ തന്നെ യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നീല അജിദുരീഹ യൂസുഫ്, എൻ്റെ യൂസുഫിൻ്റെ സുഗന്ധം ഞാൻ എത്തിക്കുന്നു. അതുപോലെ ഓരോ മുഹിബിൻ്റെയും യൂസുഫായി, ഓരോ ആഷിഖിൻ്റെയും ആഷൂഖായി അള്ളാഹു മാറണം. അള്ളാഹുവിൻ്റെ സുഗന്ധം ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അടിച്ചു വീശുന്നതാണ്. ഫതബ്റുസു മവാഇദുൽ ഖിദം ഫതജ്ലു അറായിസു സിഫാത്തിൽ മഹ്ബൂബി അലാ അയ്യുനിൽ അൽബാബ്. തുടർന്ന് ഉപ്പാപ്പ പറയുന്ന കാര്യങ്ങൾ അതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത, ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ്. അഥവാ പിന്നീട് അങ്ങ് രഹസ്യത്തിന്റെ കവാടങ്ങൾ തുറന്ന് കാണേണ്ടതെല്ലാം കണ്ട് അള്ളാഹുവിനെ കണ്ട് ആനന്ദിക്കുന്നതാണ് എന്ന് ചുരുക്കം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ ദിക്റിന്റെ ആസ്വാദനം എന്ന രീതിയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞത് ദിക്റിന്റെ വഴിയിലേക്ക് കടന്നു വരാനുള്ള ഒരു പ്രേരണ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ദിക്റിന്റെ വഴിയിലേക്ക് കടന്നു വന്നവർ അത് കൂടുതൽ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട് ജീവിക്കാനും വേണ്ടിയാണ്. ദിക്ർ അതിൻ്റെ ഫായിദ കിട്ടണമെങ്കിൽ രണ്ട് കാര്യം വേണം. ഒന്ന്, ദിക്ർ അധികരിപ്പിക്കണം. രണ്ട്, ദിക്ർ തന്ന ഷെയ്ഖ് മുറബിയുമായി ബന്ധപ്പെടണം. നമ്മുടെ എല്ലാം ജീവന്റെ ജീവനായ ഷെയ്ഖ് മുറബി ജാതിയേരി ഷെയ്ഖ് തങ്ങൾ ഉപ്പാപ്പ മഹാനവറുകളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സ്വഹബത്തിലായി ജീവിക്കണം. അപ്പോഴാണ് ദിക്റിനൊരു ജീവൻ ലഭിക്കുന്നത്, ദിക്റിന് സമ്പൂർണ്ണ കണക്ഷൻ ലഭിക്കുന്നത്. അങ്ങനെ അതിലായി ജീവിച്ച് മജ്ലിസുമായി ബന്ധപ്പെട്ട് ഉപ്പാപ്പയുമായി ബന്ധപ്പെട്ട് ജീവിച്ച് മുന്നേറുക, അതിലായി അങ്ങ് സലാമത്താവുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. അള്ളാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഔസുല്ലാനങ്ങൾ ഉപ്പാപ്പാന്റെ മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ, ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.